ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിരവധി വിഷയങ്ങളാണ് ആരോഗ്യ ദർശനത്തിൽ ചർച്ച ചെയ്യാറുള്ളത്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വർഷങ്ങളായി ഈ ഒരു ആരോഗ്യരംഗത്ത് വലിയ അവബോധമുണ്ടാക്കാൻ ആരോഗ്യ ദർശനത്തിൻ്റെ ഓരോ എപ്പിസോഡ്സും സഹായിക്കുന്നു എന്ന് പലരിൽ നിന്നും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടതാണ്. ആധുനിക ലോകത്ത് മെഡിക്കൽ ഫീൽഡിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇന്ന് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഈ പ്ലാസ്റ്റിക് സർജറി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല വിദേശ രാജ്യങ്ങളിലും നൈജീരിയയും കോങ്കോയും അതുപോലെ ആഫ്രിക്കയും സൗദി അറേബ്യയിലും അടക്കം നിരവധി വിദേശ രാജ്യങ്ങളിൽ, അത് ഇംഗ്ലണ്ടിലാണ് 10 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തത്. അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ഈപ്പൻ കോശി, ചീഫ് കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസ്ട്രക്റ്റീവ് സർജറി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയം ഈ അടിവയറിലെ പ്ലാസ്റ്റിക് സർജറി, അത് ഓവറായിട്ടുള്ള സ്ത്രീകൾ അല്ലേ, അത് നമ്മളൊരു എപ്പിസോഡ് പോയിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു? ആളുകൾ വന്നോ അതുമായി ബന്ധപ്പെട്ട്? യെസ്, നല്ല റിസൾട്ടായിരുന്നു. ഒത്തിരി എൻക്വയറീസ് വന്നു, ഒത്തിരി സർജറീസും ചെയ്തു. ചെയ്തവരെല്ലാവരും ഹാപ്പിയാണ്. കാരണം ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാണ് അടിവയറെടുത്ത് മാറ്റുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വിഷയം? ഇന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതുപോലെ തന്നെ വേറെ ഒരു പോർഷൻ ഇതേ എഫക്റ്റ് തരുന്ന ഒരു സർജറി, നമുക്ക് ലാർജ് ബ്രെസ്റ്റ്സ് വെച്ച് സഫർ ചെയ്യുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ മാറിടത്തിലെ അമിതമായ വളർച്ചയും അതിൻ്റെ പ്ലാസ്റ്റിക് സർജറിയുമായി അതെങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ചാ വിഷയം. ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സൗന്ദര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്. അവർക്കൊക്കെ മാനസികമായി വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അമിതമായ ശാരീരിക വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ അടിവയറിൻ്റെ കാര്യം പറഞ്ഞു, ഇന്നിപ്പോൾ നമ്മൾ ബ്രസ്റ്റ് അമിതമായിട്ട് വരുമ്പോൾ, അപ്പോൾ ഈ ബ്രസ്റ്റ് കൂടുതലാവാനുള്ള ഒരു കാരണം എന്താണ്? പലർക്കും അത് അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് അമിതമായിട്ട് വളർച്ച ഉണ്ടാകുന്നത്, കൂടുതൽ വലിപ്പമുള്ള ബ്രസ്റ്റായിട്ട് മാറുന്നത് എന്നുള്ളത്? അതെ, താങ്ക് യു. അതായത് ബ്രസ്റ്റ് ഒരു 18 വയസ്സ് വരെ നോർമൽ ഗ്രോത്ത് ഉണ്ട്. അത് ആ പ്യൂബർട്ടി സമയത്താണ് അതിൻ്റെ അഡൾട്ട് സൈസ് വരെ വരുന്നത്. ഓക്കെ, പിന്നെ വലിയ ബ്രസ്റ്റിന് ആകാനുള്ള മെയിൻ കാരണം ജനറ്റിക്സ് ആണ്. അമ്മ അല്ലെങ്കിൽ ഫാദറിൻ്റെ മദർ, അതൊരു ജനറ്റിക്സ് ഉണ്ട്. പക്ഷേ എപ്പിജനറ്റിക്സ് ആയിട്ട്, അതായത് ജനറ്റിക്സ് അല്ലാതെ നമ്മുടെ ഡയറ്റ്, നമ്മുടെ എക്സസൈസ് ലെവൽസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ, സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുവാണെങ്കിൽ ഇൻ ജനറൽ ബ്രസ്റ്റ് എൻലാർജ് ആവും. പിന്നെ മെനപ്പോസ് ടൈമിലും ബ്രസ്റ്റ് വലുതാവും. ഇതെല്ലാം ഹോർമോണൽ ചേഞ്ചസ് സമയത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ ജനറലായിട്ട് ബോഡി വെയിറ്റ് കൂടുമ്പോൾ ബ്രസ്റ്റിൻ്റെ വെയിറ്റും കൂടും. യൂഷ്വലി ബ്രസ്റ്റിൻ്റെ വെയിറ്റ് കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് ബോഡി കുറഞ്ഞാലും ആ ബ്രസ്റ്റിലുള്ള ആ ഫാറ്റ് കുറയത്തില്ല, അതവിടെ നിൽക്കും. അതിനൊരു കാരണം എന്താണ്? അതങ്ങനെയാണ് നമ്മുടെ ഒരു ബിൽഡപ്പ്. ആക്ച്വലി ബ്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു എവല്യൂഷണറി ഇത് വെച്ച് നോക്കിയാൽ അത് നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ്. പിള്ളേർക്ക് മിൽക്ക് കൊടുക്കാനും നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ സൈനാണ്. അതുകൊണ്ട് ബോഡി അതിനെ അങ്ങോട്ട് കുറയ്ക്കത്തില്ല വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെയാണ്. പക്ഷേ അത് ലാർജ് സൈസ് ആകുമ്പം അതൊരു ഭയങ്കര ഒരു പെയിനായിട്ട് മാറും. ഇതുകൊണ്ട് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും? അതായത് വേറെ ഒന്നുമല്ല, ഈ ലാർജ് ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതുള്ള ആളുകൾ വേറെ എന്തൊക്കെ ഒരു സൈഡ് എഫക്ട്സ് അനുഭവിക്കുന്നുണ്ട്? ലാർജ് ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് അവർക്ക് ബാക്ക് പെയിന്, അപ്പർ പെയിന്, പോസ്ചർ എപ്പോഴും ഒന്ന് കുനിഞ്ഞുള്ള പോസ്ചറായിരിക്കും. പിന്നെ ബ്രാസ് സ്ട്രാപ്പ് അത് വന്ന് പിടിച്ചിട്ട് എപ്പോഴും ഇവിടെ ഒരു അബ്രേഷൻ കാണും, അതിൻ്റെ പെയിൻ കാണും. പിന്നെ ബ്രസ്റ്റിൻ്റെ ഈ ഫോൾഡിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും, എപ്പോഴും ഒരു ചൊറിച്ചിലും എല്ലാം വരും. പിന്നെ രാത്രി എല്ലാം ടൈറ്റ് ബ്രാഗ് ഇടണം. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ ഇത് മടക്കാനായിട്ട് ടൈറ്റ് ഡ്രസ്സ് ഇടും. അതൊന്നും നല്ലതല്ല. ടൈറ്റ് ഇടുമ്പോൾ തന്നെ ബോഡി ഒരു സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിലാണ്. രാത്രി ഉറങ്ങുന്നത് തന്നെ ടൈറ്റായിട്ട് ഉറങ്ങുമ്പം ഒരു സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിലാണ് നമ്മൾ. അത് നമ്മുടെ ആയുസ് കുറയ്ക്കും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും കുറയ്ക്കും. അത് ഇപ്പോൾ ഈ പിന്നെ കൂടുതൽ ബ്രസ്റ്റുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു വേറെ എന്തെങ്കിലും തരത്തിൽ വല്ല ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ വല്ല മെഡിസിൻ എഫക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് വരാം. ചില ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ്, പിന്നെ ഈ ഓട്ടോമ്യൂൺ ഡിസീസിന് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് അല്ലാതെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, പെൻസിലമീൻ അങ്ങനത്തെ ഡ്രഗ്സ് എല്ലാം ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാക്കാവുന്ന ഡ്രഗ്സാണ്. തൈറോയിഡുമായി ബന്ധപ്പെട്ട്
ആ തൈറോയ്ഡ് ഇൻ ജനറൽ ഹൈപ്പോതൈറോയ്ഡ് ഉള്ളവർക്ക് ഒരു പിത്തം പോലെ വരും, അതിൻ്റെ കൂടെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് വരാം. ഇപ്പോൾ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകളിപ്പം അങ്ങനെ ഒ പിയിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ ഈ ഒരു കേസ് പറഞ്ഞിട്ട്? പലർക്കും മടിയുള്ളൊരു കാര്യമായിട്ട് സമൂഹത്തിലുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്, എന്നാലും അത്തരം പേഷ്യൻസ് വരുന്നുണ്ടോ? ആക്ച്വലി ഞാൻ പറയാം, ആരും വരുന്നില്ല. കാരണം ആരും അവെയറല്ല. അവർ ഇതെൻ്റെ ഫെയ്റ്റാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അങ്ങ് നടക്കും. അതായത് ഇതെൻ്റെ ഒരു ഫെയ്റ്റാണ്, ഇത് ശരിയാക്കാൻ പറ്റും, വളരെ കോസ്മെറ്റിക് ആയിട്ടും ആരും അറിയാതെ ഇതിൻ്റെ അത് ആർക്കും അറിയാൻ വയ്യ ഷേപ്പ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. ആക്ച്വലി എൻ്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ അടുത്ത് ഒരു അമ്മയും മോളും വന്നിരുന്നു. പക്ഷെ മോളുടെ പ്രോബ്ലത്തിനാണ് വന്നത്. മോളുടെ പ്രോബ്ലം ബ്രസ്റ്റ് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഹ്യൂജ് ബ്രസ്റ്റ്, വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളുടെ പ്രോബ്ലത്തിനെക്കാട്ടി ഒരു പ്രോബ്ലം എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ ഇവിടെ, മമ്മിയുടെ. അപ്പോൾ മമ്മി പറഞ്ഞു, ഞാൻ സഫർ ചെയ്യാണ് ഡോക്ടറെ എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞു, ആദ്യം മമ്മിയുടെ കാശ് ചിലവാക്കി മമ്മിയുടേത് ശരിയാക്കുക, അതിന് നമ്മുടേത് നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരത് ചെയ്തില്ല, ഓപ്പറേഷൻ ചെയ്തില്ല. ആരും അവയർനെസ് ആയിട്ടില്ല. ഒരു ഭയമുണ്ടോ ശരിക്കും ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതിന് ആളുകൾക്ക്? ഭയമല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയാൻ വയ്യ. അപ്പോൾ ആരും ചെയ്യാത്തൊരു ഓപ്പറേഷൻ, അപ്പോൾ ചെയ്യാനൊരു മടി, ഒരു കോമൺ ആയിട്ട് ചെയ്യുന്നൊരു സർജറി അല്ലല്ലോ. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആരോഗ്യ ദർശനത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഡോക്ടർ വന്നതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റിക് സർജറിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അസുഖമല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആളുകൾ എത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണ് ശരിക്കും? അപ്പോൾ അതാണല്ലോ അവിടെ അവയർനെസ് എന്ന് പറയുന്നത്. താങ്ക് യു. ആക്ച്വലി നമ്മൾ വലിയ ബ്രസ്റ്റ് ചെറുതാക്കുമ്പോൾ ചെറുതാക്കി ഫൈനൽ റിസൾട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നോർമലായിരിക്കണം. നിപ്പിളും ഏരിയോളയും സെൻസേഷൻ വേണം. ഇതുണ്ടെങ്കിൽ ബ്രസ്റ്റ് സക്സസ് ആയി ഓപ്പറേഷൻ. ഓക്കെ. അപ്പോൾ വളരെ ലാർജ് ബ്രസ്റ്റിന് ഒരു ടെക്നീക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക്, ഇതൊന്നും ഈസി അല്ല, ഒരു ഓസ്ട്രേലിയൻ ടെക്നിക്കാണ്, മോറിസൺ ടെക്നിക്ക് എന്ന് പറയും. ഓക്കെ. അതിന് താഴെ ഒരു ലൈൻ വരും, പിന്നെ ഒരു ലൈൻ മുകളിലോട്ട് നിപ്പിൾ വരെ വരും. പക്ഷെ അതെല്ലാം ബ്രായുടെ അകത്തായിരിക്കും, അവിടെ ഒന്നും കാണത്തില്ല. ഓക്കെ. ആ ടെക്നിക്കിൽ ആക്ച്വലി ഡക്സ് എല്ലാം പ്രിസർവ് ചെയ്യും. അതായത് പിന്നെയും ഒരു 30 വയസ്സുള്ള ഒരു ലേഡി ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്തു, പിന്നെയും കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവും. ഓക്കെ. ബാക്കിയുള്ള വേറെ ടെക്നീക്സ് ഉണ്ട്. ഞാനിപ്പോൾ അധികം പറയുന്ന ഒരു ഗ്രീക്ക് ടെക്നീക്കുണ്ട്, അമേരിക്കൻ ടെക്നീക്കുണ്ട്. അതിനൊക്കെ ഡക്സ് പോകും, അപ്പം പിന്നെ ബ്രസ്റ്റ് മിൽക്ക് വരത്തില്ല. പിന്നെ പ്രഗ്നൻസി ടൈമിൽ മിൽക്ക് അവിടെ എൻഗോൾമെൻറ്റ് വരാം. പക്ഷേ ഈ മോറിസൺ ടെക്നീക്കിൽ അങ്ങനെ ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് വരും, നോർമൽ ഷേപ്പായിരിക്കും, ആൻഡ് ബ്രായിട്ടിൽ ആരും അറിയത്തില്ല ഇങ്ങനെ ഓപ്പറേഷൻ ഉണ്ടായെന്ന് തന്നെ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യുമോ ഫസ്റ്റ്? അങ്ങനെയാണോ? ഇല്ല, ഇതിന് മെഡിസിൻ ഇല്ല. വണ്ണം കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അത് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് ഡയറ്റ് ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ പറ്റത്തില്ല. ഇപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു സർജറിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് എത്ര ടൈം, എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഒരു കോസ്റ്റ്, ഇതൊക്കെ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. പുതിയ മേഖലയായതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു പേഷ്യൻറ്റിന് ഇത് അമിത വളർച്ചയാണ് എന്ന് ഇപ്പോൾ ഈ ജനറ്റിക്കാണ്, അല്ലെങ്കിൽ ഇത് ഇവർക്ക് വല്ല ഹോർമോൺ വഴി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായതാണ് എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനുള്ളൊരു എക്സാമിൻ എങ്ങനെയാണ്? അത് നമ്മൾ പേഷ്യൻ്റ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പം നമുക്ക് ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ഐഡിയ അത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അത് ഈസി ആയിട്ട് മേക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഇത് ആക്ച്വലി ഇപ്പോൾ നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ആവുക. ഓക്കെ. ടെസ്റ്റൊക്കെ ചെയ്യുക, അനസ്തീസിയ ഡോക്ടർ കാണുക, അനസ്തീസിയയ്ക്കെല്ലാം ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് ജനറൽ അനസ്തീസിയയിലായിരിക്കും ഓപ്പറേഷൻ. ഓക്കെ. ഓപ്പറേഷൻ ഒരു 2.5 hours എടുക്കും, 2.5 മണിക്കൂർ എടുക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 സൈഡിൽ നിന്ന് ഒരു ഡ്രെയിൻ കാണും. അത് 24 മണിക്കൂർ വെക്കും. 3-ാം ദിവസം വൈകുന്നേരം ആ ഡ്രെയിൻ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 4th day മോർണിംഗ് വീട്ടിൽ പോകാം. ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പം നമ്മൾ ആക്ച്വലി ബ്രസ്റ്റ് ഒരു മർമ്മ ഗ്ലാൻഡാണ്, റിയലി ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡാണ്. പേഷ്യൻസ് ഒരു 1 month വളരെ ടയേർഡായിരിക്കും. അവരതിൽ നിന്നൊന്ന് പതുക്കെ റിക്കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ 1 മാസത്തേക്ക് വർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് റെസ്റ്റ് ചെയ്യുക. 1 മാസത്തെ റെസ്റ്റ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ആണ് ബെസ്റ്റ്. ചില കുട്ടികളിൽ പ്രായത്തിൽ കവിഞ്ഞ് സംഭവിക്കാറുണ്ട്, വലിയ ബ്രസ്റ്റ് ഉണ്ടാകാറുണ്ട്. ചില പ്രായമുള്ള ആളുകൾ, മിഡിൽ ഏജിൽ, ഈ ഓപ്പറേഷനും ഇതുമായി ബന്ധപ്പെട്ട് ഏജ് എന്തെങ്കിലും ഗ്രൂപ്പ്
തിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ പല ടെക്നിക്സ് ഉണ്ടെന്ന്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഓഫ്കോഴ്സ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. അപ്പോൾ ഈ മോറിസൺ ടെക്നിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവും. പ്രായമുള്ളവരിലാണെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിക്കണമെന്നില്ല. കാരണം ഇനി ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് വേറെ ടെക്നിക്സ് ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ ഒത്തിരി ബിഗ് ബ്രസ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ബ്രസ്റ്റ് ആംപുറ്റേഷൻ ഒരു ടെക്നിക്കുണ്ട്, അതും ചെയ്യാം പ്രായമായിട്ടുള്ളവർക്ക്. ഈ ചെറുപ്രായത്തിൽ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുൻപൊക്കെ അമിതമായ വളർച്ചയുള്ള ആളുകളുണ്ടാവും. അത്തരക്കാരിൽ നമ്മൾ ഈ സർജറി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, പ്രശ്നങ്ങൾ? സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അവർക്ക് ആ ബ്രസ്റ്റ് നോർമൽ സൈസ് ആവും. പക്ഷേ ബ്രാ റിമൂവ് ചെയ്യുമ്പോൾ അടിയിലൊരു ലൈൻ കാണും. അപ്പോൾ അത് എപ്പോഴും പാർട്ട്ണറിനോട് പറയണം ചെയ്തിരുന്നു. അത് ഓൾറെഡി അത് ലൈഫ് ലോങ് അത് ഉണ്ടാവും. പക്ഷെ അതൊരു ഇൻഫീരിയർ ഫോൾഡിലാണ്, മെമ്മറി ഫോൾഡ് എന്ന് പറയും. ആ ഫോൾഡിലാണ് വരുന്നത്. സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. പിന്നെ ബ്രൈഡ് വേണമെങ്കിൽ കാണത്തില്ല. പക്ഷെ അത് ബിഫോർ മാരേജ് ആണെങ്കിൽ അത് പറയുന്നതാണ് ബെസ്റ്റ്. ഇപ്പോൾ ഇത് ചെയ്തതിന് ശേഷം അവർക്ക് മെഡിസിൻ ലോങ് ടൈം തന്നെ എടുക്കേണ്ടി വരുമോ? എങ്ങനെയാണ്? അല്ല, മെഡിസിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് സർജറി കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ ഒന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട്? പ്ലാസ്റ്റിക് സർജറി തന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഹെൽത്തി ലിവിങ് മാത്രമേ ഉള്ളൂ. ആൻറ്റിബയോട്ടിക്സ് കവർ ചെയ്യാനായിട്ട് ആ ഡ്യൂറിങ് ഓപ്പറേഷൻ ടൈം 4 ദിവസം 5 ദിവസം മാത്രമേ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒരു മാസം ഒരു റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നോർമലായി. ആക്ച്വലി ഒരു ലാർജ് ബ്രസ്റ്റായിട്ട് സഫർ ചെയ്യുന്ന ഒരു ലേഡി ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ അടിവയറിൻ്റെ ഇത് പറഞ്ഞില്ല ലൈഫ് ചേഞ്ച് ചെയ്യുന്ന, ഇത് അതിലും വലിയ ചേഞ്ച് ആയിരിക്കും. ലൈഫിൻ്റെ ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്യും. കാരണം അത് അങ്ങ് ഫ്രീ ആയി, സ്പൈൻ ഫ്രീ ആയി, ഈ ബ്രാ സ്ട്രാപ്പിൻ്റെ ഇതെല്ലാം ഫ്രീ ആയി. ആൻഡ് മൊബിലിറ്റി എല്ലാം അങ്ങ് നോർമലൈസ് ആകും. വളരെ ഒരു ഫ്രീഡം കിട്ടും. ഇവർ ശരീരത്തിൽ മൊത്തമായിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് വളർച്ചയിലധികം തടിയുള്ള ഒരാൾ, കുറേ ഫാറ്റുള്ള ആളാണെങ്കിൽ, അപ്പോൾ ബ്രസ്റ്റും കൂടുതലുള്ള ഒരാളാണെങ്കിൽ, അപ്പോൾ ഈ ബ്രസ്റ്റിൽ മാത്രം നമ്മൾ ആ വളർച്ച കുറയ്ക്കുന്നു, ബാക്കിയുള്ള ശരീരം അങ്ങനെ എന്തെങ്കിലും? താങ്ക് യു. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഇങ്ങനെയുള്ളൊരു പേഷ്യൻറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ വന്നാൽ ഞാൻ ആ ബ്രസ്റ്റ് സർജറി ചെയ്യത്തില്ല. ഞാൻ അവർക്ക് എങ്ങനെയാണ് ഹോൾ ബോഡി ചേഞ്ച് ചെയ്യാമെന്നുള്ളതിനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും. ഇതൊരു 6 മാസം കഴിഞ്ഞ് കാണും. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് ചെയ്യാം. കാരണം ബോഡി ചെറുതാവും, നോർമലൈസ്ഡ് വെയിറ്റ് ആകും, പക്ഷേ ബ്രസ്റ്റ് അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോഴാണ് ബ്രസ്റ്റ് ചെയ്യേണ്ടത്. ചുമ്മാ എടുത്ത് ബ്രസ്റ്റ് ചെയ്താൽ ഒരു സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷനേ അല്ല ചെയ്യരുത്. അതാണ് ഞാൻ ആ തടിയുടെ മൊത്തത്തിലുള്ള ഒരാൾക്ക് വരുന്ന മാറ്റം ചോദിക്കാനുള്ള കാരണം. പിന്നെ ഈ പ്ലാസ്റ്റിക് സർജറി ഇന്ന് എത്രത്തോളം മനുഷ്യൻ്റെ എന്താ പറയുക ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള കാലത്ത് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്? ഡെഫിനറ്റ്ലി. അതായത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കണം. ഇത് സോൾവബിൾ ആണോ, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും, വേണ്ടെന്ന് പറയും. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. സോൾവബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ലൈഫേ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളിത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചിലവാകുന്ന കാശ് ഇസ് നത്തിങ്. കാരണം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിന് അതിന് മണി കെ നോട്ട് ബൈ, അത് കാശിന് മുകളിലാണ്. അത് ചിലർ പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയുള്ള സോൾവബിൾ ഇഷ്യൂസ് ആയിരിക്കത്തില്ല. അപ്പോൾ പതുക്കെ വേണ്ട എന്നുള്ളതാണ് ഞാൻ. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താണ് പറയുക, നമുക്ക് ഉള്ള സൗന്ദര്യത്തിന് കുറച്ച് മാറ്റം വരുത്തണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തോ മോശമുണ്ട് എന്ന് സ്വയം തോന്നിയിട്ട് ചില ആളുകൾ വന്നു എന്നിരിക്കാം. ഏതെങ്കിലും അവയവങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഡോക്ടർ എങ്ങനെയാണ് അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്? അത് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് സംസാരിക്കണം. നമ്മൾ ആ പേഷ്യൻ്റെ ലൈഫിലൂടെ നമ്മൾ കയറണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഓർക്കണം, ഇതൊരു സൈക്യാട്രി ഇഷ്യൂ കുറേ പെർസെൻറ്റേജ് ഉണ്ടോ, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെയും സാറ്റിസ്ഫാക്ടറി ആവുമോ, അത് നമ്മൾ നേരത്തെ കാണണം. എന്നിട്ടേ ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് ഫസ്റ്റ് നമ്മൾ സംസാരിച്ച് പേഷ്യൻ്റെ ഷൂസിൽ നമ്മളിരിക്കണം. അവർ ലീഡ് ചെയ്യുന്ന ലൈഫും അവരുടെ ആ സിറ്റുവേഷൻ നമ്മൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കുന്ന ഡിസിഷൻ, ഇത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു സങ്കേതം വന്നതിന് ശേഷം ഡോക്ടർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, ആളെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് വ്യത്യാസം വരുത്തേണ്ട ഒരു കാര്യമില്ല, അദ്ദേഹം ഓക്കെ ആണ് എന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ചെയ്താക്കുള്ള അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി ഞാൻ 10 years ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ ആക്ച്വലി പ്ലാസ്റ്റിക് സർജറിയും ഒരുവിധം ഫ്രീ ആയിട്ട് ചെയ്യാം NHSൽ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേഷ്യൻസ് വരും. അവർക്ക് വേറെ പണിയില്ല. പണിയില്ല എന്നല്ല, അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ അവരെ നമ്മൾ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, കത്തി വെച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു
സാറേ ഡോക്ടർ ചെയ്തുകൊണ്ട് എങ്ങനെ ആയത് അത് സംബന്ധിച്ച് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ സ്റ്റഡി ചെയ്യണം പേഷ്യൻറ്റിനെ. എന്നിട്ട് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് വേണ്ടിയത് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേണ്ടെന്നുള്ള അങ്ങനത്തെ കേസസ് വന്നിട്ടുണ്ട് അല്ലേ? അവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു എക്സ്പീരിയൻസ് വരാത്തത് ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? തുടങ്ങിയിട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, കാശ് ചിലവാക്കി ഇറങ്ങുന്നില്ല. പക്ഷേ ചിലർക്ക് നിർബന്ധമായിട്ടും അത് അവരുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുത്തുന്ന എത്രയോ സെക്ഷൻ ഇല്ലേ? എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി. അത് നമ്മളിപ്പോൾ ബ്രസ്റ്റിൻ്റെ പറയല്ലേ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു 100 പേരിൽ 2 പേര് 2% ആൾക്കാർക്ക് ബിഗ് ബ്രസ്റ്റിന് ആ പ്രോബ്ലം ഉണ്ടാവും. അവർക്ക് അറിയാൻ വയ്യ, ഇതൊരു വിധിയായിട്ട് അങ്ങ് കൺസിഡർ ചെയ്ത് പോവാണ്. അവരിൽ ഉള്ള അവയർനെസ് വരുത്തി അവർ വന്ന് ചെയ്യുക, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതായത് ഞാൻ പറയുന്നത് ലൈഫ് എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇങ്ങനെ ബിഗ് ബ്രസ്റ്റ്, ബിഗ് അണ്ടർ ബെല്ലി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ആൻഡ് ടോക്ക്, ഒന്ന് വന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഒന്ന് സംസാരിക്കുക. ഇത് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയും. എന്നിട്ട് ഞാൻ പുഷ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ആൻഡ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ് എവറി ഡേ വേണം. അപ്പം ബിഗ് ബ്രസ്റ്റ് ഉള്ളവർക്ക് ബ്രസ്റ്റ് ചെറുതാക്കിയാൽ എവറി ഡേ ലൈഫ് ഇസ് ഓൺ എ ബെറ്റർ സ്കെയിൽ. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ വിവിധ വശങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഈപ്പൻ കോശി അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ആത്മവിശ്വാസം, അതുപോലെ ജീവിത രീതികൾ, ഇതെല്ലാം ഒരു സമൂഹത്തിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഈ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നമ്മളെ സ്വയം തിരിച്ചറിയുമ്പോഴാണ്. ആ തിരിച്ചറിവിലേക്ക് മാറ്റാൻ ഒരുപക്ഷെ പല രീതിയിലുള്ള ചികിത്സകൾ വരും. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പ്ലാസ്റ്റിക് സർജറി. നമ്മുടെ ശരീരത്തിൽ ചില കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ അമിതമായ വണ്ണം, അതുപോലെ വയറിനുള്ള പ്രശ്നങ്ങൾ, ബ്രസ്റ്റിനുള്ള പ്രശ്നങ്ങൾ, പുരുഷന്മാർക്കാണെങ്കിലും നിരവധിയായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ പരിഹാരമായിട്ട് പ്ലാസ്റ്റിക് സർജറി വലിയ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരു ഭയപ്പെടേണ്ട അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് അല്ലേ ഡോക്ടറെ? അങ്ങനെയല്ലേ? ഒരു ഭയപ്പാടൊന്നും ഇല്ലാതെ സമീപിക്കാവുന്ന ഒരു വലിയ സങ്കേതമായിട്ട് ഇപ്പം ഈ പ്ലാസ്റ്റിക് സർജറി മാറിയിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അതിനു വേണ്ടിയുണ്ട്. നിരവധി വിദേശ രാജ്യങ്ങളിലടക്കം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഈപ്പൻ കോശി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ ഒന്ന് വാങ്ങിയാൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് വളരെ വലിയ വിവരങ്ങൾ നമുക്ക് ഈ വിഭാഗവുമായി നൽകിയ ഡോക്ടർ ഈപ്പൻ കോശിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. നമസ്കാരം.